ഹായ് ഹലോ, എൻ്റെ പേര് ആര്യ സുനീഷ്. ഞാൻ ആലുവ മാഞ്ഞാലി മാട്ടുപുറത്താണ് താമസിക്കുന്നത്. അപ്പം ഞാനൊരു പുതിയ വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട്. ഫുഡ്, പിന്നെ ഫാമിലി, ഫണ്ണി, അങ്ങനെ കുറച്ച് വീഡിയോകൾ വ്ളോഗ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബിരിയാണി മാഞ്ഞാലി ബിരിയാണി. അപ്പം ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നിങ്ങളിത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സവാള അരിഞ്ഞ് വെച്ചത്, പിന്നെ അതിന് വേണ്ട മസാലകളെല്ലാം, പിന്നെ ചിക്കൻ അരിയും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പം എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക. കടായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഡാൽഡ വെച്ച് കൊടുക്കാം. ഡാൽഡ വെച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ. ഞാൻ 1 കിലോ അരിയുടെ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 1/2 കിലോ അരിയുടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ. ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കോലം, കാടമം, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം എല്ലാം ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ. അധികം മൂക്കൊന്നും വേണ്ട മസാലകൾ. നമുക്കതിന് മുമ്പ് തന്നെ സവാള ഇട്ട് കൊടുക്കേണ്ടതാണ്. സവാള ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ബ്രൗണിഷ് കളറൊന്നും ആവണ്ട. നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ. എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ ഇട്ട് തന്നു കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഞാൻ ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കിലോ അരിയാണ്. അപ്പോൾ 1 കിലോ അരിക്ക് നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അത് ഓരോ അരിയുടെ വേവിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ അരി നമുക്ക് മൊത്തം ഇട്ട് കൊടുക്കാം. കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അരി മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്താൽ മാത്രമേ അടിക്ക് പിടിക്കാതൊക്കെ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് 4 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു നാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അരിമണ അടിക്കൊന്നും പിടിക്കാതിരിക്കും. അതിനാണ് നമ്മൾ നാരങ്ങാനീരും നെയ്യും ഒക്കെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുത്ത് ഇനി തിള വന്ന വരെ നമുക്ക് നോക്കി നിൽക്കാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബേ ലീഫ് ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ ബേ ലീഫൊക്കെ ഇടുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ബേ ലീഫ് ഇടുന്നത്. അതിനുശേഷം നമുക്ക് ലിഡ് വെച്ച് അടച്ച് ഒരു അരമണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു അരമണിക്കൂർ നമ്മൾ സിമ്മിലിട്ട് വേവിക്കണം. അതിനുശേഷം വേണം കേട്ടോ തുറന്ന് മിക്സ് ചെയ്യാൻ. നന്നായി മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്, എന്നാലും വേവായിട്ടില്ല. പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ട് ലിഡ് വെച്ച് അടച്ച് ഒരു 3/4 മണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് ചിക്കൻ കറി തയ്യാറാക്കാനുള്ളത് നോക്കാം കേട്ടോ. അതിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്ത് കോരിയിട്ട് നമ്മൾ അതിൻ്റെ അകത്താണ് ചിക്കനും കറി ഉണ്ടാക്കുന്നത്. കാര്യം പറഞ്ഞാൽ നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ നമുക്ക് സവാള വേണം. അപ്പോൾ സവാള ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പുറത്തേക്ക് ചെറിയ ചട്ടി വെച്ച് ഡാൽഡ ഒഴിച്ച് നമുക്ക് കിസ്മിസും കശുവണ്ടിയും വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഡാൽഡ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. കശുവണ്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് മുന്തിരി ഇടാവുന്നതാണ്. അപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് മാറി പ്ലേറ്റിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അത് നന്നായി വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം കരിഞ്ഞൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. തീ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ഇപ്പോഴത്തേന് സവാള എൻ്റെ കരിഞ്ഞു പോയില്ല, ജസ്റ്റ് ഇച്ചിരി കളറ് കൂടിയെന്നല്ലേ ഉള്ളൂ, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഭാര്യ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഓയിലിലേക്ക് തന്നെയാണ് ചിക്കൻ ഇട്ട് വറക്കാൻ പോകുന്നത്. ചിക്കൻ ഇട്ട് വറുത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഒന്ന് പച്ചയ്ക്ക് തിളപ്പിച്ചിട്ട് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചിക്കൻ തിളപ്പിച്ചില്ല, ഞാൻ ഡയറക്റ്റ് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. അതാ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു,
ഏലക്ക ഇട്ട് കൊടുത്ത് നമുക്ക് വറക്കാം. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അത് നന്നായി വറുത്തെടുക്കാവുന്നതാട്ടോ. വറുത്തെടുത്തതിന് ശേഷം ഇതാ കരിഞ്ഞൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. തീ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ഇപ്പത്തിന് സവാള എൻ്റെ കരിഞ്ഞു പോയില്ല, ജസ്റ്റ് ഇച്ചിരി കളറ് കൂടിയെന്നല്ലേ ഉള്ളൂ, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ വാരി എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഓയിലിലേക്ക് തന്നെയാണ് ചിക്കൻ ഇട്ട് വറക്കാൻ പോകുന്നത്. ചിക്കൻ ഇട്ട് വറുത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഒന്ന് പച്ചയ്ക്ക് തിളപ്പിച്ചിട്ട് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചിക്കൻ തിളപ്പിച്ചില്ല, ഞാൻ ഡയറക്റ്റ് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. അതാ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്ത് നമുക്ക് വറക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ചിക്കൻ കറിക്കാട്ടോ, ചിക്കൻ കറി റെഡിയാക്കാനാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ കറിക്കായിട്ടാണ് ഞാൻ സവാള ഒരു 4-5 എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായി അരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ നമുക്ക് നന്നായിട്ട് വറക്കാം. ഇപ്പം ഓയിൽ കുറവുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഓയിൽ ഒഴിച്ചായിരുന്നു കേട്ടോ. അല്പം കൂടി ഓയിൽ ഒഴിച്ചായിരുന്നു. ഞാൻ അല്പം ഉപ്പിട്ടാണ് സവാള വറക്കണത്. അപ്പോൾ നിങ്ങളുടെ ചിക്കനിൽ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ ഉപ്പിടാൻ. നന്നായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടി കിട്ടും. അതിനാണ് ഞാൻ ഉപ്പ് ചേർത്തത്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും നല്ല പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറണം, അതിനാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ചുമയുണ്ട്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു തക്കാളി 1.5 തക്കാളി എടുത്ത് വെച്ചിരുന്നു, പക്ഷേ അത്രയും വേണ്ടാന്ന് തോന്നുന്നില്ല. ഒരു തക്കാളി ആയിട്ടുള്ളൂ. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് തക്കാളി വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ തക്കാളി. അപ്പം അടച്ച് വെച്ചിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട് തക്കാളി. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ശേഷം നമുക്ക് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം എടുത്ത് നമുക്ക് ഗ്രേവി വേണ്ടതനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. നമുക്കിവിടെ തിക്ക് ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. ഉപ്പ് കുറവായിരുന്നു, ഞാനപ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുത്ത് കോരി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്താലേ നമ്മുടെ മിക്സ് എല്ലാം കൂടി അതിൽ യോജിച്ച് വരുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു 1 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഗരം മസാലപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തതാണ്, പാക്കറ്റല്ല കേട്ടോ. ഞാൻ ഹോം മെയ്ഡാണ് ഇട്ടേക്കണേ. അപ്പോൾ നിങ്ങളെങ്ങനെ ഇട്ടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ മസാലപ്പൊടി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മൂടി വെച്ചൊന്ന് വേവിക്കുക. അതിനുശേഷം മൂടി തുറന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ തിക്കായി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്നുകൂടി. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നാരങ്ങ പിഴിഞ്ഞൊഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിക്കും ഒരു ടേസ്റ്റിനൊക്കെയാണ് പിഴിഞ്ഞൊഴിക്കണത്, വേണമെങ്കിൽ മാത്രം. അതിനുശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടിങ്ങും കൂടി സവാളയും കശുവണ്ടി കിസ്മിസൊക്കെ നമുക്ക് ഒരു കോട്ടിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വിതറി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ പുറത്ത് ചോറിട്ട് കൊടുക്കാം. ഇങ്ങനെയല്ലേ കടകളിലൊക്കെ സെർവ് ചെയ്യണത്. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ, ഇല്ലാതെങ്കിൽ നമ്മൾ സെപ്പറേറ്റാണ്. ശേഷം നമുക്ക് നന്നായിട്ട് ഷേപ്പാക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ കളർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. യെല്ലോ കളർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കളറാണ് യൂസ് ചെയ്യണത്. നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കാൻ മല്ലിയില, പിന്നെ സവാള വറുത്തത്, കശുവണ്ടി, മുന്തിരി ഇട്ട് കൊടുത്ത് എടുത്ത് വയ്ക്കാം. കച്ചമ്പർ ഉണ്ടാക്കാനായിട്ട് സവാളയും തക്കാളിയും കുക്കുംബർ ഒക്കെ ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തൈര് ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യണ്ടേ. അപ്പം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് കച്ചമ്പർ റെഡി ആയിട്ടുണ്ട്.
കച്ചമ്പറ് നമ്മൾ റെഡിയായി. അതിനുശേഷം നമുക്ക് ചോറ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ചിക്കൻ കറി ഒഴിച്ചിട്ട് ഇങ്ങനെ ചിക്കൻ വെക്കുന്നതാണ് മാഞ്ഞാലി പ്രത്യേക ഒരു ഭംഗി. അതിലേക്ക് നമുക്ക് കച്ചമ്പറും ഒരു പീസ് നാരങ്ങാച്ചാറും വെച്ച് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം മാഞ്ഞാലി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.